എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാകാലം വളരെ പേടിയുള്ള ഒരു കാലമാണ്. അമിതമായ മാനസിക സമ്മർദ്ദം മൂലം കുട്ടികൾ ജീവൻ വരെ നഷ്ടപ്പെടുത്താറുണ്ട്. ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലൊന്നാണ് പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള 30 മിനിറ്റ്. ഈ സമയം കൃത്യമായി ഉപയോഗപ്പെടുത്തണം. അല്ലെങ്കിൽ മാസങ്ങളോ വർഷങ്ങളോ നീണ്ട നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം വെറുതെ ആയി പോകും. അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. പരീക്ഷയ്ക്ക് മുമ്പുള്ള 30 മിനിറ്റിലാണ് നിങ്ങളുടെ വിജയം നിലനിൽക്കുന്നത്. ഈ അവസാന അരമണിക്കൂർ ടെൻഷൻ അടിച്ചും ഭയത്തിനുമായി പാഴാക്കേണ്ടതില്ല. മറിച്ച് മനസ്സിനെ ശാന്തമാക്കാനും പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനും വിജയത്തിനായി സ്വയം ഒരുങ്ങാനും തയ്യാറാവണം. ഇന്നത്തെ വീഡിയോയിൽ പരീക്ഷയ്ക്ക് 30 മിനിറ്റ് മുമ്പ് നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട 6 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങളുടെ ശ്രദ്ധ വർദ്ധിപ്പിക്കാനും ആത്മവിശ്വാസം കൂട്ടാനും പരീക്ഷയെ നന്നായി നേരിടാനും സഹായിക്കും. നിങ്ങളുടെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ തീരുമാനം അവസാന സമയത്തുള്ള പഠനം അവസാനിപ്പിക്കുക എന്നതാണ്. അവസാന നിമിഷം തലച്ചോറിലേക്ക് തിരികെ കയറ്റുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പേര്, ഒരു ഫോർമുല, ഇത് നിങ്ങളുടെ മൊത്തം ശ്രദ്ധയെയും തകർക്കാനും ആത്മവിശ്വാസം ഇല്ലാതാക്കാനും സാധ്യതയുണ്ട്. ഈ സമയം പഠിക്കുന്ന ഓരോ പുതിയ കാര്യവും നിലവിൽ ഓർമ്മയിലുള്ള വിവരങ്ങളെ അലങ്കോലപ്പെടുത്താനേ ഉപകരിക്കൂ. പരീക്ഷ തുടങ്ങുന്നതിന് 30 മിനിറ്റ് മുമ്പ് തന്നെ നിങ്ങൾ പഠിച്ചതെല്ലാം തലച്ചോറിലേക്ക് സെറ്റാക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത്. പുസ്തകങ്ങൾ അടച്ച് ബാഗിൽ വെക്കുക. ഈ നിമിഷം നിങ്ങളുടെ മനസ്സിൽ പറയേണ്ടത് നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമുലകളോ ചുരുക്കെഴുത്തുകളോ മാത്രം എഴുതിയ ഒരു പേപ്പർ വേഗത്തിൽ 1-2 തവണ മറിച്ചു നോക്കാം. അതിലപ്പുറം ഒരു ടോപ്പിക്കിലും സമയം ചെലവഴിക്കരുത്. പരീക്ഷാ ഹാളിൽ പേനയല്ല പെൻസിലാണ് വേണ്ടതെന്നോ ഹാൾ ടിക്കറ്റ് മറന്നുപോയെന്നോ തിരിച്ചറിയുന്നത് വലിയ മാനസിക സമ്മർദ്ദത്തിന് വഴിയൊരുക്കും. അതുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ ID കാർഡ് നിർബന്ധമായും കൈവശം വയ്ക്കുക. പേനകൾ കൈവശമുണ്ടായിരിക്കണം. ഒരേ നിറത്തിലുള്ളതും നന്നായി എഴുതാൻ സാധിക്കുന്നതുമായ പേനകൾ കയ്യിൽ കരുതുക എന്നത് പ്രധാനമാണ്. പെൻസിൽ, ഇറേസർ, സ്കെയിൽ, വെള്ളക്കുപ്പി എന്നിവ ആവശ്യമുണ്ടെങ്കിൽ കയ്യിൽ കരുതണം. പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ സാധനങ്ങളെല്ലാം നിങ്ങളുടെ പക്കലുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് സ്വയം തിരിച്ചറിയണം. മൂന്നാമത്തെ കാര്യം മനസ്സിനെ ശാന്തമാക്കുക എന്നതാണ്. കസേരയിൽ നിവർന്നിരുന്ന് കണ്ണുകൾ അടച്ചു 3-4 തവണ സാവധാനം ദീർഘമായി ശ്വാസം എടുത്ത് പുറത്തുവിടുക. ഓരോ ശ്വാസം പുറത്തുവിടുമ്പോഴും നിങ്ങളുടെ ടെൻഷൻ കുറയുന്നതായി സങ്കല്പിക്കുക. ഇത് നിങ്ങളുടെ തലച്ചോറിലേക്ക് ഓക്സിജൻ എത്തിച്ച് ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്, എനിക്കിത് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയും തുടങ്ങിയ പോസിറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. വിജയകരമായ ഒരു പരീക്ഷയ്ക്ക് വേണ്ടതെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് ആത്മവിശ്വാസം മാത്രമാണ്. ഈ അവസാന 30 മിനിറ്റ് നിങ്ങളുടെ മനസ്സും ശരീരവും ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുക. ശാന്തമായിരിക്കുക, നന്നായി ശ്വാസം എടുക്കുക, സ്വയം വിശ്വസിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.